അയാൾക്ക് ബോധമില്ലേനി, തീരെ ബോധമില്ലേനി, ചോര കുളിച്ച് കിടക്കേനി. അങ്ങനെ പെങ്ങളെ മോൻ വന്നിട്ടാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത് ആ രാത്രി. അത് വിളിച്ചപ്പം തന്നെ ഞാൻ വേഗം ഓടി വന്നപ്പോൾ ചോര കുളിച്ച് കിടക്കുക. അങ്ങനെ ഞാൻ എടുത്ത് പൊന്തിച്ച് മൊത്തം ചോരയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല, അങ്ങനെ അയൽവാസികൾ ആരെങ്കിലും വിളിക്കാൻ. അങ്ങനെ ഇവിടെയുള്ള അടുത്തുള്ള ബൈജാറിനെ വിളിച്ച്, ഇവിടെ ഒരു വണ്ടി കിട്ടാത്ത അവസ്ഥയാണ് നമ്മൾ യാമാങ്കുനിയിൽ. വണ്ടി ഒന്നും വിളിച്ചിട്ട് കിട്ടില്ല. അപ്പോൾ നേരെ പോയി ചെറുകണ്ണൂർ ആംബുലൻസ് വിളിച്ച് അങ്ങനെ ആംബുലൻസിൽ വന്ന് കയറ്റി. പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നു? ഇത് നമുക്ക് ഓരോ കുടുംബത്തിൻ്റെ നമുക്ക് അറിയില്ല, നമ്മൾ തന്നെ വാടക വീട്ടിലാണ് ജീവിക്കുന്നത്. കാണുമ്പോൾ എന്തെങ്കിലും ചുറ്റിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആയുധങ്ങൾ അങ്ങനെ അടിച്ചു പോയത് തന്നെ കണ്ടിട്ടില്ല. ആരാ അടിച്ചു പോയത്? എന്നെ വേഗം വിളിക്കുമ്പോൾ ചോര കുളിച്ച് കിടക്കും നമ്മൾ കണ്ട്. ചുണ്ടുമെന്ന് ചോര വരുന്നുണ്ട്, തലക്ക് ബാക്കിലൊരു പൊട്ടും കാണുന്നുണ്ട്. ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഫുള്ള് ഛർദ്ദിക്കാൻ ആ വ്യക്തി. അങ്ങനെ നേരെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി, ചന്തയെ കൊണ്ടുപോയി. ചന്തയിൽ നിന്ന് നേരെ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. നല്ല ഇവിടെ നല്ല സ്റ്റിച്ച് ഉണ്ട്, പിന്നെ ബാക്കിലൊരു പൊട്ടുമുണ്ട്. കറക്റ്റ് അറിയില്ല, പക്ഷെ എന്നാലും മോൻ ഭയങ്കര ചെറ്റതാ ചെയ്ത്. എന്തായാലും നല്ലൊരു വ്യക്തിയാണ്, മരിച്ച ആൾ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഓനെ പറ്റി നമുക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ മോൻ വളരെ ലഹരിയായിട്ട് വളരെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. മാറി താമസിക്കായിരുന്നില്ല? അതെ, ഭാര്യയും ഭർത്താവായിട്ടൊരു ബന്ധങ്ങൾ 4 കൊല്ലമായിട്ട് ഭാര്യയും ഭർത്താവായിട്ടൊരു ബന്ധമില്ല. മകനപ്പം എങ്ങനെ എത്തുന്ന ആരും കണ്ടൊന്നുമില്ല? ആരും കണ്ടില്ല. ഈ 12 മണിക്ക് വാതിൽ തുറന്നത് പെങ്ങന്മാരുടെ മക്കൾ തന്നെയാണ്, പെങ്ങൾ തന്നെയാണ് വാതിൽ തുറന്നത്. ഈ മർദ്ദനം രാത്രി 12 മണിക്ക് ശേഷമാണ്. 12 മണിക്ക് ശേഷമാണ് ഈ മർദ്ദനം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദിത്വം 2 പെങ്ങന്മാർ തന്നെയാണ്, ഈ മരിച്ച വ്യക്തിയുടെ 2 പെങ്ങന്മാർ തന്നെയാണ്. ഓര് പറയണം അതിൻ്റെ ബാക്കിയൊക്കെ. മർദ്ദിച്ചതിന് ശേഷം ആൾ പരിക്കേറ്റതിന് ശേഷം കണ്ടിരുന്നു? ഇല്ല, ഞാൻ ഈ അടുത്തല്ല, പക്ഷെ ഞാൻ കുറേ മാറിയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ പരിസരവാസികൾ പറഞ്ഞത്